ഏവർക്കും ദേവദാരുവിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. മാർച്ച് 3-ന് ചന്ദ്രഗ്രഹണമാണ്, ചൊവ്വാഴ്ച. ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധ വിടാതെ മുന്നോട്ട് കറക്റ്റായിട്ട് കൊണ്ടുപോയാൽ എല്ലാ വിഘ്നങ്ങളും മാറി അനുഗ്രഹം ലഭിക്കുന്നതായിരിക്കും. അതായത് 2026 മാർച്ച് 3-ന് ചന്ദ്രഗ്രഹണം കേരളത്തിൽ ആചരണീയമാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്ര നടകൾ അന്ന് വൈകിട്ട് 3:19 മുതൽ വൈകിട്ട് 7 മണി വരെ അടച്ചിടാനുള്ള തീരുമാനത്തിലാണ് മിക്ക തന്ത്രികളും മിക്ക ക്ഷേത്രങ്ങളും. ഈ ഗ്രഹണം 27 നക്ഷത്രക്കാർ, നമുക്കുള്ള 27 നക്ഷത്രക്കാരെയും ബാധിക്കുന്നതിനാൽ അതിൽ ജാഗ്രത പാലിക്കേണ്ട ചില നക്ഷത്രക്കാരുണ്ട്. അവരെ കൂടുതലായിട്ടും ഈ ചന്ദ്രഗ്രഹണം അവരുടെ ജീവിതത്തിൽ ബാധിക്കും. ഇവർക്ക് ഈ ദോഷങ്ങളൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ മറ്റുള്ള നക്ഷത്രത്തെക്കാളും കൂടാനുള്ള ഒരു അനുഭവങ്ങൾ ഉണ്ടാകാം. അതായത് മനഃക്ലേശത്തിനും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾക്കും സാധ്യത ഉള്ളതിനാൽ ഈ നക്ഷത്രക്കാർ ജാഗ്രത പാലിക്കണം. തൊഴിൽ രംഗത്ത് തടസ്സങ്ങൾ, അനാവശ്യ ഭയം, കലഹങ്ങൾ എന്നിവ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ പ്രധാന തീരുമാനങ്ങൾ ഗ്രഹണം കഴിഞ്ഞു മാത്രം എടുക്കുവാനായിട്ട് ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അവരുടെ ജീവിതത്തിൽ അത് ഈ വരുന്ന ഗ്രഹണം വളരെയധികം മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. അത് ചിലപ്പം വിദ്യാഭ്യാസ കാര്യത്തിലാവാം, തൊഴിൽ രംഗത്താകാം, വ്യവസായത്തിലാവാം, ബിസിനസ്സിലാവാം. ഏതാണോ അവർ ചെയ്യുന്ന കർമ്മരംഗങ്ങളും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലാവാം, എല്ലാം തന്നെ അവർ കരുതലോടെ ഈ ഒരു കാലഘട്ടം, അതായത് ആരംഭകാലം തൊട്ട് ഗ്രഹണം ആരംഭിച്ച് മോക്ഷകാലം വരെ, അതായത് അവസാനിക്കുന്ന ആ ഒരു കാലഘട്ടം വരെ ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാർ പരമാവധി ശ്രദ്ധയോടെ വേണം പോകുവാൻ. അവർക്ക് അതുപോലെ തീരുമാനങ്ങൾ എന്തെങ്കിലും എടുക്കേണ്ട ഒരു അവസരം വരികയാണെങ്കിൽ ഗ്രഹണ സമയത്തിന് ശേഷം മാത്രം ഏത് കാര്യത്തിലാണെങ്കിലും ഉത്തമമായ തീരുമാനമെടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 27 നക്ഷത്രങ്ങളെയും ഈ ഗ്രഹണദോഷം അല്ലെ ഈ ഗ്രഹണ സമയം ആ മാറ്റങ്ങൾ ഒക്കെ സ്വാധീനിക്കും. എങ്കിലും ഈ വരുന്ന മാർച്ച് 3-ന് ചൊവ്വാഴ്ച നടക്കാൻ പോകുന്ന ചന്ദ്രഗ്രഹണം ഞാൻ ഈ പറയുന്ന നാളുകാരെയായിരിക്കും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകുവാനായിട്ട്. ആ ഒരു ചന്ദ്രഗ്രഹണ മോക്ഷകാലം വരെ വളരെയധികം ശ്രദ്ധയോടും നാമജപത്തോടെയും ഭഗവാന്റെ ഒരു ഭക്തി നിർഭരമായ ആ ഒരു നിമിഷത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഇതെല്ലാം തരണം ചെയ്യാൻ അവർക്ക് സാധിക്കും. ഞാൻ ഈ പറയുന്ന നക്ഷത്രങ്ങൾ പൂയം, മഹം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, പൂരുരുട്ടാതി എന്നീ നാളുകാരാണ് ഈ ഗ്രഹണ സമയത്ത് വളരെയധികം ജാഗ്രത പാലിക്കേണ്ടത്.